ഇങ്ങനെ ഒരു സ്പേസ് കണ്ടെത്താനും നോക്കാനും ഒക്കെ ശ്രമിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ് നേരത്തെ മുതൽ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാനിത് പറയേണ്ട ആവശ്യം പോലും വരില്ല. കാരണം നമ്മളെ നാട്ടുകാർക്ക് അത്രയും വിദ്യാഭ്യാസവും അത്രയും ശുചിത്വവും, നമുക്ക് വീട്ടിൽ എത്ര ശുചിത്വമുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ പുറത്തെന്താണ് സ്ഥിതി? അവിടെയൊക്കെ വേസ്റ്റ് ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് ആ വെള്ളത്തിൽ ഇങ്ങനെ കറങ്ങുകയാണ്. എന്താ അതൊക്കെ പിടിച്ചിട്ട് ആരെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. അങ്ങനെയാണല്ലോ നമ്മളറിയുന്നത് പലതും. ടൗൺഷിപ്പിലോ അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് വിചാരിക്കാം ഇത് സിറ്റിയിലാണ് നടക്കുന്നത്. സിറ്റിയിൽ പോലും അത്ര ശുചിത്വമില്ല, ശൗചാലയങ്ങളില്ല, ആവശ്യത്തിനുള്ള ടോയ്ലറ്റ്സ് ഇല്ല. ഒരാൾക്ക് പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സിറ്റിയിലാണ് അയാൾ, പക്ഷെ എന്നാലും അയാൾക്ക് മറ്റ് സിറ്റീസിലൊക്കെ മോളിനകത്ത് തന്നെ ഉണ്ട്. ഒരു മോൾ കഴിഞ്ഞ് അടുത്ത മോളിലേക്ക് അവൻ പോകേണ്ട ആവശ്യമില്ല. അതിന് മുമ്പേ ആ മോളിൽ തന്നെ അവന് എന്തുണ്ടാവും, ടോയ്ലറ്റ് ഉണ്ടാവും. നമുക്കിവിടെ ഈ ഏരിയയിൽ സിറ്റിയിൽ 1-2 ടോയ്ലറ്റ് ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ. സാധാരണക്കാർക്കാണെങ്കിൽ അതില്ല. വളരെ സാധാരണക്കാരാണെങ്കിൽ മോളിലൊക്കെ കയറി അവിടുന്ന് ഒരു സാധനം മേടിച്ചിട്ട് തിരിച്ച് വന്ന് ആ പാർക്കിംഗ് ഫീ തന്നെ 10-60 രൂപ 60 രൂപ കൊടുത്തിട്ട് അല്ലെങ്കിൽ 100 രൂപ കൊടുത്തിട്ട് ആരെങ്കിലും മൂത്രമൊഴിക്കാൻ പോകും. അപ്പോൾ അതാണ് സ്ഥിതി. ഫുട്പാത്ത് എങ്ങനെയാണ്? ഞാനൊക്കെ നടന്നു പോകുന്ന ആളാണ്. ഫുട്പാത്ത് നമ്മൾ ശരിക്കും കെയർഫുള്ളായിട്ട് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകും, ഡ്രെയിനേജിനുള്ളിൽ. അങ്ങനത്തെ ഫുട്പാത്ത് എവിടെയാണ് ഹോളുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഫുട്പാത്ത് ഇങ്ങനെ തോന്നിയിടത്തൊക്കെ ആൾക്കാരങ്ങ് തുപ്പിയിടും. എനിക്കിത് കാണുമ്പോഴേ ഞാൻ ഈ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ആണുങ്ങൾ മൂത്രം ഒഴിക്കുന്നത് കാണാം. ഇപ്പം തുപ്പിടല എല്ലാ സ്ഥലത്തും. എന്താ അങ്ങനെ തുപ്പിയിടുന്നത്? നമ്മളെ നാട്ടുകാർ ഒരുപാട് ശുചിത്വമുള്ളവർ, കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ച് ഭയങ്കര ലിറ്ററസി ഉള്ളവരല്ലേ, എന്താ തുപ്പിയിടുന്നത് എല്ലാ സ്ഥലത്തും? അതിനൊക്കെ ഫൈൻ ഏർപ്പെടുത്തണം. എല്ലാ രാജ്യങ്ങളിലും ഇത് അങ്ങനെയാണ് കൺട്രോളായത്. ഒരു 500 രൂപ ഫൈൻ ഇട്ട് നോക്കിയേ, രണ്ടാമത്തെ പ്രാവശ്യം തുപ്പൽ നിർത്തും. എല്ലാ സ്ഥലത്തും അങ്ങ് തുപ്പിയിടുക. എന്താ മദ്യപിച്ച് അവിടെ കുപ്പി ഉപേക്ഷിച്ചിട്ട് പോവുക. ബാക്കിയുള്ളവർക്കൊന്നും അതിൽ നടക്കണ്ട. പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് ക്ലിനിക്കിൻ്റെ മുമ്പിൽ തന്നെ ചില ആളുകൾ വന്നിട്ട് സിഗരറ്റ് വലിക്കുക. പബ്ലിക് പ്ലേസസിൽ സ്മോക്ക് ചെയ്യാൻ പാടില്ല എന്നാണ്. അവരുടെ ആരോഗ്യത്തിനും കേടാണ്, മറ്റുള്ളവരുടെ ആരോഗ്യത്തിനും കേടാണ്. നമ്മളെ സർക്കാർ അതിനൊന്നും ചെയ്യുന്നില്ല. സ്മോക്കിങ്ങിനെയും ഡ്രിങ്കിങ്ങിനെയും പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നത്. ഇത്രയും കച്ചവടമായെന്നാണ് പറയുന്നത്. നല്ല കാര്യമാണ് കച്ചവടമായത്. നിങ്ങൾക്ക് ഒരുപാട് പൈസ കിട്ടിയില്ല, അതുകൊണ്ട് അതിനേക്കാളും കൂടുതൽ പൈസയായിരിക്കും ഇത് ഇത് ഹാനികരമാണ് എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ആളുകൾക്ക്, ഇത് മേടിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത്. ഈ അഡിക്ഷൻ മാറ്റാൻ വേണ്ടി പിന്നെ ഡി അഡിക്ഷൻ ക്യാമ്പും അതിനു വേണ്ടിയുള്ള മരുന്നുകളും അതിനൊക്കെ എത്രയായിരിക്കും ചിലവ്? ഇതൊക്കെ ആരെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ? ഈ ചിലവുകളൊക്കെ കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും ഈ പുകവലിയിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാളും എത്രയോ കൂടുതൽ പൈസ ഗവൺമെൻറ് ഇത് ഹാനികരമാണ് എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാനും ഇത് നിർത്താൻ വേണ്ടിയും ഇതിൻ്റെ ചികിത്സകൾക്ക് വേണ്ടിയും ചിലവഴിക്കുന്നുണ്ട്. അത് നമ്മളെ ടാക്സിൻ്റെ പൈസയാണ്. ഇതിനൊക്കെ ആയിട്ട് നമ്മളെ ഗവൺമെൻറ്റിന് ഒരുപാട് സൗകര്യമുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുമില്ല. ഇവിടെ കോഴിക്കോട് മെട്രോ വരുമെന്ന് പറഞ്ഞാൽ എവിടെ മെട്രോ? അത് എപ്പോഴാണ് സംസാരം നടന്നതെന്നറിയോ? ഞാൻ ഈ ഏരിയയിൽ വന്ന സമയത്ത് എന്ന് വെച്ചാൽ ഒരു 12-13 കൊല്ലമായി കാണും. അന്നാണ് മെട്രോ വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾ ഈ ഏരിയയിൽ സ്ഥലം എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും, ചിലപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാവും. ഞാനെടുത്തല്ല സ്ഥലം, ഞാനെടുത്തു. പക്ഷെ എനിക്ക് പിന്നെ വേറൊരാൾക്ക് അത് കൈമാറേണ്ടതായിട്ട് വന്നു. പക്ഷേ ആ മെട്രോ എന്ന് പറയുന്നത് ഈ ഭാഗത്തു കൂടെ ചിലപ്പോൾ വരാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ പരിശോധിച്ചിട്ട് വേണം മേടിക്കാൻ. അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ മേടിച്ചത്. പക്ഷേ എങ്കിലും അത് ഇതുവരെയും വന്നില്ല. അതിൻ്റെ ഒരു കാര്യം പോലും ആയിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഒരു വികസനം എന്ന് പറഞ്ഞാൽ അവർ പ്ലാൻ ചെയ്യുന്നു, അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് അതിൻ്റെ എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള ആളുകൾ വന്നു, അത് ഏറ്റെടുത്തു. ഒരു 6 മാസം കഴിയുമ്പോൾ അവിടെ ആ കാര്യം അങ്ങോട്ട് വന്നു.
1 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അത് പ്രാവർത്തികമായി. 2 കൊല്ലം കൊണ്ട് അവർ ഈ 5 കൊല്ലത്തെ അവരുടെ ടെന്യൂറിനകത്ത് എന്തൊക്കെ അവർ അച്ചീവ് ചെയ്തു എന്നുള്ളത് അക്കം വിട്ട് പറയാമോ? 1 2 3 4 5 ഇപ്പം എത്ര എയിംസാണ്. നിങ്ങളൊന്ന് ഈ BJPക്കാരുടെ അവരുടെ ആളുകൾ വന്നിട്ട് കാണിച്ചു തരും എന്തൊക്കെയാണ് മോദിജിയുടെ 10 വർഷത്തെ അച്ചീവ്മെൻറ്റ്സ്. എത്ര മെഡിക്കൽ കോളേജസ് കൂടുതൽ വന്നു, എത്ര എയർപോർട്ട്സ് കൂടുതൽ വന്നു, ഇതെല്ലാം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. എന്നിട്ട് പണ്ടത്തെ ഡേറ്റ എടുത്ത് നോക്കണം. എത്ര ഫാസ്റ്റ് പേസിലാണ് നമ്മളെ രാജ്യം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാലും ഈ വികസനം ഇങ്ങോട്ട് വരാൻ പാടില്ല. വന്നാൽ ചിലപ്പോൾ നമ്മൾ ഈ മോദിജിക്ക് ക്രെഡിറ്റ് കിട്ടിയാൽ പിന്നെ വർഗീയത വളരും. വർഗീയത ഇതൊരു പാകിസ്ഥാനി മൈൻഡ് സെറ്റാണ്. സത്യം പറയാലോ, പാകിസ്ഥാൻ്റെ അവസ്ഥ അറിയില്ലേ? നിങ്ങൾക്ക് ഇന്ന് ഇവിടെ 1 കോടി രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിൽ ചെന്നാൽ 2 കോടി രൂപയാവും. അതാണ് അവിടുത്തെ അവസ്ഥ. എന്ന് പറഞ്ഞാൽ അവിടുത്തെ പൈസയ്ക്കും വിലയില്ല, ആളുകൾക്കും വിലയില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല, ടെററിസവും ഭീതിപ്പെടുത്തുന്ന അവസ്ഥ, എന്താ പറയുക, അന്തരീക്ഷമാണ്. അതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ. വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് നമ്മളെ നാടും പോകും. മുക്കിലും മൂലയിലും മതഭ്രാന്തന്മാരാണ്. മതം എന്ന് പറയുന്നത് തെറ്റല്ല, പക്ഷേ അത് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ തെറ്റായി പോകും. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി. അത് ബാക്കിയുള്ളവർ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ അത് അടിച്ചേൽപ്പിച്ചിട്ട് അവരത് സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ അവരെ ഉപദ്രവിക്കും, ഞാൻ അവരെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ വേറൊരു രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആ ഒരു ലെവലിലേക്ക് പോകാൻ പാടില്ല ഒരിക്കലും. മതമെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരു കാര്യമല്ലേ? ദൈവത്തെ അന്വേഷിക്കുന്ന ആളുകൾ ആണ് മതഗ്രന്ഥങ്ങൾ വായിക്കുക. ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർ, ഒരു നല്ല ജീവിതം ജീവിക്കണം, എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം അറിയണം, ദൈവത്തെ അറിയണം, ആരാണ് ഈ സൃഷ്ടാവ്, അങ്ങനെ സൃഷ്ടാവുണ്ടോ? ഒരു സമാധാനപ്രിയനായൊരു വ്യക്തിയാണ് വാസ്തവത്തിൽ മതത്തിൻ്റെ പുറകെ പോവുക. പക്ഷേ ഈ മതം തന്നെ ആ വ്യക്തിയെ ഒരു വയലൻസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാക്കുകയാണെങ്കിൽ അതിലെന്തോ ഒരു കുഴപ്പമുണ്ട്, വളരെയധികം കുഴപ്പമുണ്ട്. ഏത് ദൈവമാണോ പറയാം, എൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യം ഞാൻ സൃഷ്ടിച്ച മറ്റു മനുഷ്യരെയൊക്കെ നീ കൊല്ലണം, അങ്ങനെ കൊന്നാൽ ഞാൻ നിനക്ക് പർദീസ തരാം. ആ പർദീസയ്ക്കകത്ത് നിനക്ക് ഇവിടെ നിഷേധിക്കപ്പെട്ട ബ്രാൻഡി വിസ്കി ഏത് ബ്രാൻഡാണെങ്കിലും ഉണ്ടാവും. ഇവിടെ നിഷേധിക്കപ്പെട്ട, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞാൽ വ്യഭിചാരം നിനക്ക് ചെയ്യുകയും ചെയ്യാം. ഏത് ദൈവമാണോ ഇങ്ങനെ പറയാം? അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അത് തെറ്റായ വ്യാഖ്യാനങ്ങളാണ് എന്നാണ്. പുസ്തകത്തിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്, അത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്, അതിനൊന്നും ഞാൻ എക്സ്പെർട്ടല്ല. പക്ഷേ ആ വ്യാഖ്യാനങ്ങളാണ് ഇവിടെ വിജയിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ജിഹാദിസം ഇവിടെ നടക്കുന്നത്. അത് ഇവിടെ നടക്കുന്നത് കൊണ്ട് വരാൻ പോകുന്ന ദോഷങ്ങൾ, അതിൻ്റെ സപ്പോർട്ട് തേടാൻ ഗവൺമെൻറ്റുകളും ആളുകളും പോകുന്നത്, ഇതൊക്കെയാണ് വളരെ മോശമായ ഒരവസ്ഥ എന്ന് പറയുന്നത്. ഭാരതീയതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഭാരതീയതയ്ക്ക്, ഭാരതീയ സംസ്കാരം, ഭാരതീയ ഭാഷകൾ, ഭാരതീയരുടെ രീതികൾ, നമ്മളെ ആർട്ട് ഫോംസ്, നമ്മളെ ആർക്കിടെക്ചർ, ഇതിനൊന്നും നമ്മൾ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ, നമ്മുടെ യോഗ, നമ്മുടെ ഖാദി, ഇതിനൊന്നും നമ്മൾ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ അമേരിക്കക്കാരൻ വന്ന് പ്രാധാന്യം കൊടുക്കുമോ? അവരെന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഒന്ന് ശരിക്കും പോയി നോക്കി. അവരുടെ കൾച്ചറിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്, അവരുടെ സംസ്കാരത്തിനാണ് അവർ പ്രാധാന്യം. അറബികൾ അവരുടെ സംസ്കാരത്തിനാണ്, അവരുടെ ഭാഷയ്ക്ക് വരെ അവർ അത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ദൈവത്തിൻ്റെ മതഗ്രന്ഥം വായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഭാഷ പഠിക്കണം. ആ ഒരു ലെവലിലാണ് അവരുടെ ഭാഷയ്ക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മളിൽ എത്ര പേർക്ക് സംസ്കൃതം അറിയാം? ഞാൻ തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്കൃതം. എനിക്കൊന്നും അറിഞ്ഞുകൂടാന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്. എന്ന് വെച്ചാൽ സംസ്കൃതം ഒന്നും അറിഞ്ഞുകൂടാന്ന്, ആ ഭാഷ. എൻ്റെ വിചാരം എനിക്ക് കുറച്ചൊക്കെ അറിയാമെന്നാണ്. പക്ഷെ ആ ഭാഷ അങ്ങ് പഠിച്ചിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അത് ഞാൻ വിചാരിച്ച മാതിരി നമ്മൾ ഹിന്ദി പഠിച്ചിട്ടുണ്ട്, പിന്നെ മലയാളം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മലയാളം ഹിന്ദിയിലൊക്കെ ഒരുപാട് സംസ്കൃത വാക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അത് പിക്കപ്പ് ചെയ്യാൻ പറ്റും, എനിക്ക് അറിയാൻ പറ്റും എന്നൊക്കെയായിരുന്നു. പക്ഷെ അതിൽ കുറേ കാര്യങ്ങളുണ്ട്, അതിൽ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനത് പഠിച്ചപ്പോൾ, അതിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ പഠിപ്പിക്കുന്നത് ഒരു ക്രിസ്ത്യൻ ഗുരുവാണ്.
അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഭാഷ സംസ്കൃതം, അതിൻ്റെ ഡിക്ഷണറി 200 കൊല്ലം മുമ്പ് ഒരു ഫോറിനർ ഈ ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഡിക്ഷണറി, ഇംഗ്ലീഷിൽ നിന്ന് സംസ്കൃതത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുള്ള ഡിക്ഷണറി, ആ ഡിക്ഷണറിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ പഠിപ്പിക്കുന്നത് ഒരു ക്രിസ്ത്യൻ ഗുരുവാണ് എന്നെ പഠിപ്പിക്കുന്നത്, അയാളൊരു വിശ്വാസിയാണ്. അതാണ് നമ്മുടെ ഒരു രീതി പറഞ്ഞാൽ നമ്മുടെ സ്ഥിതിയുടെ ഒരു എന്താ പറയുക, ഒരു ഡിസ്ക്രിപ്ഷൻ. നമുക്ക് നമ്മുടെ ഭാഷകൾ ഒട്ടും അറിഞ്ഞൂടാ, അത്രയും നമ്മൾ അടിമപ്പെട്ടു പോയി പാശ്ചാത്യ സംസ്കാരങ്ങൾക്ക്, പാശ്ചാത്യ രീതികൾക്ക്. അത് ഞാനിപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചുകൊണ്ട് എൻ്റെ ഇംഗ്ലീഷ് അങ്ങോട്ട് അത്രയും ഒരു യൂറോപ്യൻ്റെ സ്റ്റാൻഡേർഡിലുള്ള ഇംഗ്ലീഷാണോ, ഒരു അമേരിക്കൻ്റെ സ്റ്റാൻഡേർഡിലുള്ള ഇംഗ്ലീഷാണോ? അതുമല്ല. അപ്പോൾ അവിടെ ഇല്ല, ഇവിടെ ഇല്ല. അതിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. എൻ്റെ ചിലപ്പോൾ മറ്റ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന നമ്മളെ നാട്ടിലുള്ളവർ പറയുമ്പോൾ മനോജിന് നല്ല ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷുകാരും ചിലപ്പോൾ അത് പറയും. പക്ഷേ എനിക്കറിയാം എൻ്റെ ഇംഗ്ലീഷിന് അവരുടെ ഇംഗ്ലീഷ് വെച്ച് നോക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡും ഇല്ല. എന്താ സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം നമ്മളെ പ്രൊനൗൺസിയേഷനൊക്കെ പലപ്പോഴും തെറ്റാണ്, പല പ്രൊനൗൺസിയേഷനും തെറ്റാണ്. നമ്മളതൊക്കെ ഇങ്ങനെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഗ്രാമർ ഒരുപാട് തെറ്റും. എവിടെയൊക്കെ നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇടണം, എവിടെയൊക്കെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് വേണ്ടതെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ പലപ്പോഴും. എവിടെയാണ് കോമ വേണ്ടത്, എവിടെയാണ് കോമ വേണ്ടാത്തത്, അങ്ങനത്തെ കുറേ കോംപ്ലക്സ്. എവിടെയാണ് ദാറ്റ്. നമുക്ക് നമ്മുടെ ഈ ഭാരതീയരുടെ, പ്രത്യേകിച്ച് കേരളീയരുടെ ഒരു പ്രത്യേകതയാണ് എല്ലാ സ്ഥലത്തും ഒരു ദാറ്റ് വേണം. ദാറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ആ സെൻറ്റൻസ് ശരിയാവില്ല. അപ്പോൾ നമ്മളെ ഗ്രാമർ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ഗ്രാമറിലൊക്കെ ഇടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അയ്യോ ഒരുപാട് സ്ഥലത്ത് ഞാൻ അനാവശ്യമായിട്ട് ദാറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. പല സെൻറ്റൻസും വളരെ ലോങ് ആണ്, അത് ഷോർട്ടാക്കാൻ പറ്റും. പല സ്ഥലത്തും ഞാൻ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. പല സ്ഥലത്തും ഞാൻ കോമ ഇടുന്നത് ശരിയായ സ്ഥലത്തല്ല. പല പ്രാവശ്യം ഞാൻ ചില വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നു. എൻ്റെ സംസാരത്തിനകത്തുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ. IELTS എനിക്ക് നല്ല സ്കോറാണ്, എന്നാലും എൻ്റെ സംസാരത്തിനകത്ത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു യൂറോപ്യൻ സംസാരിക്കുന്ന പോലെ, ഒരു അമേരിക്കക്കാരൻ സംസാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അതിലും വലിയ അങ്ങോട്ട് ഭയങ്കര ഉന്നതിയുള്ളവരൊന്നുമല്ല. നമ്മുടെ ഭാഷ നമുക്കറിയില്ല, അവരുടെ ഭാഷ നമുക്കറിയില്ല. അതാണ് നമ്മുടെ യാഥാർത്ഥ്യം. അവർക്കാണെങ്കിൽ അവരുടെ ഭാഷ നന്നായിട്ട് അറിയാം, നമ്മളെ ഭാഷ അവർ പഠിക്കാൻ ശ്രമിക്കുന്നു. അവർക്ക് അതിൻ്റേതായിട്ടുള്ള, ഇപ്പോൾ ഒരു അമേരിക്കക്കാരനോ അല്ലെങ്കിൽ ഒരു ഇംഗ്ലണ്ടുകാരനോ നമ്മുടെ ഭാഷ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ നാവ് അതിനായിട്ട് വഴങ്ങില്ല. നമ്മുടെ നാവ് അവരുടെ ഭാഷയ്ക്കും സത്യം പറഞ്ഞാൽ വഴങ്ങുന്ന നാവല്ല. ഇപ്പോൾ എൻ്റെ എക്സ് ഭാര്യ അവർ ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പോൾ അവർ ഈ കോപ്പി അടിച്ചിട്ട് മിമിക്രി ആർട്ടിസ്റ്റും കൂടെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഈ ഇംഗ്ലീഷുകാർ പറഞ്ഞ അതേപോലെ അങ്ങോട്ട് പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞാലും ആ പറയുന്ന ഇംഗ്ലീഷിനകത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. ഒരുപാട് മിസ്റ്റേക്കുണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, നമ്മളെ ഭാരതക്കാർ ഉപയോഗിക്കുന്ന ചില പ്രത്യേക വാക്കുകളുണ്ട്, അത് ഇടയ്ക്കങ്ങോട്ട് വരും. അങ്ങനെയൊന്നും വരാതെ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മളെ നാട്ടിൽ വാസ്തവത്തിൽ പറഞ്ഞുള്ളൂ. അപ്പം നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവും ഒക്കെ നമ്മൾ മറന്നുപോയി. നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ഒരു ജനറേഷൻ മുമ്പേ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് അറിയിക്കും, നമുക്ക് ഒട്ടും അറിഞ്ഞൂടാ, ഞങ്ങൾക്ക് ഒട്ടും അറിഞ്ഞൂടാ. അത് അവരുടെ മിസ്റ്റേക്ക് മാത്രമല്ല, നമ്മുടെയും മിസ്റ്റേക്കാണ്. ഇനി നമ്മുടെ വരാനിരിക്കുന്ന ജനറേഷനോ, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ജനറേഷനോ, അവർക്കൊരു വാക്ക് ഹിന്ദി സംസാരിക്കാൻ അറിഞ്ഞൂടാ, ഒരു വാക്ക് പ്രോപ്പറായിട്ട് മലയാളം സംസാരിക്കാൻ അറിഞ്ഞൂടാ. തിരുവല്ലേനെ വിളിക്കുന്നത് തിരുവല്ലെന്നാണ്. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത വരുന്ന തലമുറകൾക്ക് വരാൻ പോകുന്ന വ്യത്യാസം. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഭാരത സംസ്കാരത്തിന് ഒരു പ്രാധാന്യം ഉണ്ടാവില്ല. അതൊരിങ്ങനെ ടി വിയിൽ എന്തോ കാണുന്ന മാതിരി, എന്തോ പഠിച്ചിട്ട് ചെയ്യുന്ന മാതിരി ഉള്ളൊരു പരിപാടിയായി മാറും. അപ്പോൾ അതിലേക്കൊക്കെ പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഭാരതീയതയ്ക്ക്, നമ്മളെ ഭാരതത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, അതിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ഖാദി, യോഗ, നമ്മളെ ഇവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള സിസ്റ്റംസ്, നമ്മളെ ടൂറിസം, ഇതിനൊക്കെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. പക്ഷേ അപ്പം തന്നെ നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ സ്വാഗതം ചെയ്ത് നമ്മുടെ ഇവിടുത്തെ റോഡുകൾ വികസിപ്പിക്കണം, നമുക്ക് നല്ല ജോലികൾ കിട്ടണം, നമുക്ക് നമ്മുടെ പഠനം മുഴുവനും ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും നല്ല ഗുരുക്കന്മാർക്ക് വന്ന് ഇവിടെ പഠിപ്പിക്കത്തക്ക രീതിയിലുള്ള കോളേജുകളും സർവകലാശാലകളും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ആയിട്ട് മാറണം. ഈ സ്റ്റാൻഡേർഡൊന്നും അല്ല വേണ്ടത്. നമ്മുടെ എയർപോർട്ടുകൾ, നമ്മുടെ
റെയിൽവേ സ്റ്റേഷൻസ്, നമ്മുടെ റെയിൽവേ ട്രാക്സ്, നമ്മുടെ റോഡ്സ് എല്ലാത്തിനും മാറ്റം വേണം. ഒരു അടിമുടി വ്യത്യാസം വാസ്തവത്തിൽ നമ്മളെ കേരളത്തിന് ആവശ്യമാണ്. അങ്ങനെ വന്ന്